KPCC നേതൃത്വം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഞങ്ങളുമായിട്ടൊക്കെ ഒരു റൗണ്ട് ചർച്ച കഴിഞ്ഞു. അപ്പോൾ KPCC പ്രസിഡൻ്റാണ് എന്നോട് ഡൽഹിയിലേക്ക് വരണമെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ എനിക്ക് മഹാരാഷ്ട്രയിലെ ഒരു മീറ്റിംഗും ഉണ്ട്. അപ്പോൾ അത് രണ്ടും കൂടി ചേർത്താണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. എത്രയും പെട്ടെന്ന് നടത്തണമെന്നുള്ളതാണ് ആഗ്രഹം. കാരണം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാണ്, അത് കഴിഞ്ഞാൽ നിയമസഭാ തിരഞ്ഞെടുപ്പാണ്. അപ്പോൾ ഇനി വൈകിക്കാതെ പുതിയ പ്രസിഡന്റ് വന്ന ശേഷം ഒരു പുതിയ കമ്മിറ്റി വരുമല്ലോ സ്വാഭാവികമായും. അപ്പോൾ KPCC പ്രസിഡന്റ് എല്ലാവരും, പ്രതിപക്ഷ നേതാവും എല്ലാവരോടും സംസാരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ആ ഒരു ലിസ്റ്റ് AICCക്ക് സബ്മിറ്റ് ചെയ്യും. അതാണല്ലോ അതിൻ്റെ ഒരു രീതി, അതാണല്ലോ. അല്ല, ഇപ്പോൾ MP മാരോട് ഇന്നിപ്പോൾ അവർ ചർച്ച നടത്തുമല്ലോ. MP ഇപ്പോഴുമാണ് എല്ലാവരോടും ചർച്ച ചെയ്യുന്നത്, താമസമൊന്നുമില്ല. ഒരു തെരഞ്ഞെടുപ്പ് സീസണാണ്, ജംബോ കമ്മിറ്റി ആയിരിക്കും വരാൻ പോകുന്നത്. എല്ലാവരും അല്ല, കുറച്ച് പേർക്ക് അവസരം കൊടുക്കേണ്ടി വരുമല്ലോ സ്വാഭാവികമായിട്ടും. പിന്നെ പാർട്ടി പ്രതിപക്ഷത്ത് നിൽക്കുമ്പോൾ നമുക്ക് കൊടുക്കാൻ കഴിയുന്ന ഉത്തരവാദിത്തങ്ങൾ പാർട്ടിയിലാണ്. അപ്പോൾ സ്വാഭാവികമായും പാർട്ടിക്കകത്തുള്ള ആളുകൾക്ക് വേണ്ടത്ര പ്രാധാന്യം കൊടുത്ത് പാർട്ടിയെ നയിക്കാൻ കഴിവുള്ളവർക്ക് ചുമതല കൊടുത്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് സാധാരണഗതി സ്വീകരിക്കുന്ന സമീപനം. ഏതായാലും ഒറ്റക്കെട്ടായി ഒരുമിച്ച് ഒരു പ്രവർത്തനം മുന്നോട്ട് പോകേണ്ട സന്ദർഭമാണ്. കാരണം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ്, അസംബ്ലി തിരഞ്ഞെടുപ്പ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കണം എന്നുള്ളതാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. ആലപ്പുഴ ആരായിരിക്കും പുതിയ DCC പ്രസിഡന്റ് എന്ന ചർച്ചകളാണ്.